ഈ പ്രസ്ഥാനത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ്. ഈ പ്രസ്ഥാനത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കാര്യം വിട്ടിട്ട് എൻ്റെ വാപ്പൻ്റെ കാര്യം പറയും. വാപ്പ സ്വന്തം അധ്വാനം ഫുള്ള് വെച്ചിട്ട് ഒരു വീടുണ്ടാക്കി. പുത്തൻകുന്നുള്ളതും പിന്നെ കുറച്ച് കുറച്ച് ദൂരെയാണെങ്കിലും ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. മൂപ്പര് ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ആ വീട്ടിൽ വാപ്പ 1.5 മാസമായിട്ട് കിടന്നുറങ്ങിയിട്ടില്ല. വാടകയ്ക്ക് തുടുവെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കിടന്നുറങ്ങുന്നത്, ഒരു സിഗരറ്റ് വലിച്ചതിൻ്റെ പേരിൽ. പുത്തൻവീട് പ്രസ്ഥാനത്തിലെ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി ഒരു പത്രവാർത്ത കൊടുത്തിരുന്നു. ഞാൻ ആരെയും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഇടപെടില്ല, ഞാൻ ആർക്കും വിലക്ക് കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വാപ്പ ഉണ്ടാക്കി വീട്ടിൽ കൂടുന്ന എൻ്റെ ഉമ്മയല്ല ഏറ്റവും വലിയ തെറ്റുകാരി അല്ലേ? വാപ്പനെ വാടകയ്ക്ക് വിട്ടിട്ട് ഒരു സിഗരറ്റ് വലിച്ചതിൻ്റെ പേരിൽ പുത്തൻവീട് പ്രസ്ഥാനം വിടുന്നില്ലെങ്കിൽ എൻ്റെ ഉമ്മയാണല്ലോ ഏറ്റവും വലിയ മോശപ്പെട്ട ആൾ. വാപ്പ ഒരു സിഗരറ്റ് മാത്രമേ വലിച്ചിട്ടുള്ളൂ, എന്നെ പോലെ കള്ളു കുടിക്കാറൊന്നുമില്ല. അപ്പോൾ നാട്ടിൽ എല്ലാവർക്കും അറിയാം വാപ്പ അത്യാവശ്യം ഇപ്പോഴും ഈ പിന്നെ വയസ്സ് കണ്ടമാനായ സമയത്തും അദ്ദേഹം അധ്വാനിച്ച് നല്ലോണം അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. അയാൾ ചെയ്യുന്ന ഒരു എപ്പോഴെങ്കിലുമൊക്കെ സിഗരറ്റ് വലിക്കുക വെച്ചാൽ അത് വർഷങ്ങളോളായിട്ട് ചെയ്തു പോണ കാര്യമാണ്. അതിൻ്റെ പേരിൽ പുത്തൻകുന്നുള്ള എല്ലാവർക്കും അറിയാം അങ്ങേര് വാടകയ്ക്കാണ് താമസിച്ചിരുന്നതെന്ന്. പിന്നെ എൻ്റെ ഒരു ഏട്ടൻ എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളുണ്ട്, ലക്ഷ്മണൻ സാറ്. അയാൾക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. എൻ്റെ ചെറിയ കാര്യങ്ങൾ ഇടപെട്ടത് കൊണ്ട് അയാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പ്രസ്ഥാനം വളരെ നല്ല പ്രസ്ഥാനമാണ് കുറേ കാര്യങ്ങൾ വെച്ചിട്ട്. പക്ഷേ ഒരു വ്യക്തിൻ്റെ കയ്യിൽ ചെറിയ ചെറിയ സിഗരറ്റ് വലി അങ്ങനെയുള്ള ചെറിയ തെറ്റുകൾ വരുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കലും പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരെ മിണ്ടാതാക്കലും ഇതുപോലെ ഇത്രയും വൃത്തികെട്ടൊരു പരിപാടി ബാക്കിയെല്ലാം കൊണ്ടും നല്ലതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ബാക്കി സഹകരണങ്ങളുടെ കാര്യത്തിലെല്ലാം നല്ലതാണ്. ഈ ഊരവിലക്ക് കൽപ്പിക്കുക എന്ന് പറയുന്ന സംഭവം മാത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൊണ്ടും നല്ലതാണ്. ഞാനും അത്രേ പറയുന്നുള്ളൂ. സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യേൻ്റെ അടുത്ത് ഒരു സിഗരറ്റ് വലിച്ചതിൻ്റെ പേരിൽ പോയി കിടക്കും. ഭാര്യയ്ക്കും വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു സിഗരറ്റ് വലിച്ചെന്ന് വിചാരിച്ചിട്ടോ ഭാര്യയ്ക്ക് വലിയ പ്രശ്നം സ്വാഭാവികമായിട്ട്. ഈ പുത്തൻ വീട്ടിൽ നിൽക്കുന്ന അല്ലാത്ത ഒരു ഭാര്യയ്ക്ക് ഒരു പ്രശ്നമില്ല. ഒരു സിഗരറ്റ് വലിച്ചെന്ന് വിചാരിച്ചിട്ടോ എപ്പോഴെങ്കിലും 2 പെഗ് അടിച്ചെന്ന് വിചാരിച്ചിട്ടോ പുത്തൻ വീട്ടുകാരല്ലാത്ത ഒരു ഭാര്യയ്ക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ പുത്തൻ വീട്ടിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്വന്തം ഭാര്യേൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ഒന്ന് കിടക്കണമെങ്കിൽ ഷാവുൽ ഹമീദിൻ്റെ അടുത്ത് പോയിട്ട് സമ്മതം വാങ്ങണം. ഷാവുൽ ഹമീദ് എൻ്റെ ആരുമല്ല, മീൻസ് എൻ്റെ വാപ്പയല്ല, എൻ്റെ ഏട്ടനല്ല, എൻ്റെ പെണ്ണുങ്ങളെ ആങ്ങളെയല്ല. പിന്നെ ഇയാളെടുത്ത് പോയി സമ്മതം വാങ്ങിയിട്ട് എൻ്റെ ഭാര്യൻ്റെ അടുത്ത് കിടക്കേണ്ട ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളാരും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ പുത്തൻ വീട്ടിലുള്ള അല്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? സ്വന്തം ഭാര്യേൻ്റെ അടുത്ത് പോയി കിടക്കണമെങ്കിൽ ഒരു സിഗരറ്റ് വലിച്ച് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, പുറത്തുള്ള ആര് കണ്ടു കഴിഞ്ഞാലും, ഒരാളെ വീട്ടിൽ കയറണമെങ്കിലും ഉമ്മനെയും ബാപ്പനെയും കാണണമെങ്കിലും സ്വന്തം പിള്ളേരുടെ അടുത്ത് പോകണമെങ്കിലും സ്വന്തം വൈഫിൻ്റെ അടുത്ത് കിടക്കണമെങ്കിലും ഷാവുൽ ഹമീദിൻ്റെ സമ്മതം വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? പുത്തൻകുന്നുകാർക്ക് ഇതിനെക്കുറിച്ച് നല്ലോണം അറിയാം. ബാക്കിയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു വ്യക്തിൻ്റെ ജീവിതം പോകണം എങ്ങനെയാണ്? ഞാൻ അത്യാവശ്യം എല്ലാ തോന്നിവാസം എന്ന് പറയാൻ പറ്റില്ല. സിഗരറ്റ് സർക്കാർ വിൽക്കുന്ന സാധനമാണ്, ഞാനത് വലിക്കാറുണ്ട്. ഈ അമീതും വലിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി വലിച്ചിട്ടുണ്ട്. കള്ള അങ്ങേര് കുടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങേരെ ഏട്ടന്മാരാണ്. ഞാൻ 13ാമത്തെ വയസ്സിലാണ് ആ വീട്ടിൽ പോയി താമസം തുടങ്ങുന്നു, അവിടെ ജോലിക്ക് നിൽക്കുന്നു. ആ സമയത്തിന് മുന്നേ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ കള്ളുകൂടി തുടങ്ങിയില്ല. അവിടെ പോയിട്ട് അവർ ഏട്ടൻ്റെ കൂടെയാണ് കള്ളുകൂടി പഠിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് അങ്ങേരെ കുറ്റമല്ല, എൻ്റെ മാത്രം തെറ്റ്, അല്ലെങ്കിൽ അവരെ ഏട്ടന്മാരെ തെറ്റാണ്. അതൊക്കെ അങ്ങനെ പോണു. ഇത് പിന്നെ ഇയാൾ പെട്ടെന്ന് നിർത്തിയപ്പോൾ എന്നെ കൊണ്ട് നിർത്താൻ പറ്റില്ല, അതും ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ ഒരു കാര്യം കൊണ്ട് എൻ്റെ ഭാര്യൻ്റെ അടുത്ത് പോകാൻ പറ്റാതാക്കാൻ മാത്രം ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ ഒരു നിയമമല്ല. എന്താ വെച്ചാൽ ഇന്ത്യൻ സർക്കാർ വെക്കുന്ന ഒരു സാധനം അത് വീട്ടിൽ കൊണ്ടുവച്ച് അടിച്ചോളാനാണ് പോലീസുകാർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് എല്ലാവരോടും. ഇന്ത്യൻ മുസ്ലിം ആയാലും ആരായാലും അത് വീട്ടിൽ കൊണ്ടുവച്ച് കഴിച്ചോളാന്നാണ് പറയുന്നത്. അത് കഴിച്ചിട്ട് പോയൊരു വ്യക്തിനെ, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് പോയൊരു വ്യക്തിനെ പുറത്താക്കി സ്വന്തം ഭാര്യൻ്റെ അടുത്തോ അപ്പൻ്റെ അമ്മേൻ്റെ അടുത്തോ പോകാൻ പറ്റാത്ത കോലത്തിൽ ആക്കാൻ ഈ ഹമീദ് ആരാണെന്ന് ഞാൻ ചോദിക്കുന്നത്. പിന്നെ അങ്ങനെ ഭാര്യയ്ക്കോ പിന്നെ ബാപ്പയ്ക്കോ ഉമ്മയ്ക്കോ എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ സ്റ്റേഷനിലാണ് കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടത്. പൊതുവേ പുത്തൻ വീട്ടുകാർ അവരെ കാര്യങ്ങളൊക്കെ സ്റ്റേഷൻ മുഖാന്തരം ചെയ്യാറില്ല. എന്താ വെച്ചാൽ നിയമത്തിനെ അവർക്ക് പേടിയാണ്. എന്താ വെച്ചാൽ പുറത്തേക്ക് ഇവരൊരു പ്രശ്നങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇവരെ കേസുകൾ കംപ്ലീറ്റ് ഒത്തുതീർപ്പാക്കുന്നത് കൊടുവള്ളി പുത്തൻവീട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉമ്മാരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. എന്ത് പ്രശ്നങ്ങളാണെങ്കിലും മനസ്സിലായില്ലേ? ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഈ പറയുന്നത്.
അത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഈ പുത്തൻ വീടിന് നേരെയും തിരിഞ്ഞിട്ടില്ലായിരുന്നു. ഈ നേരം വരെയല്ല, ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് വരെ ഞാൻ പുത്തൻ വീടിന് നേരെ തിരിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഭാര്യയും മക്കളെയും പുത്തൻ വീട് പ്രസ്ഥാനത്തിൻ്റെ ഒരു കാരണത്താൽ നഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോഴാണ് സൂയിസൈഡ് ചെയ്യാൻ നോക്കി. അതും നാടകമാണെന്ന് പറഞ്ഞിട്ട് അവരതിനൊരു കോമഡി വീഡിയോ ഇറക്കി. അപ്പോൾ അവരോട് ഒരു ആൾ മരിക്കാൻ കിടക്കുന്നത് എന്താണ് അവസ്ഥ എന്നുള്ളത് അന്വേഷിക്കാതെ പോലും അവരൊരു തീരുമാനത്തിലെത്തി. ഇത് പുത്തൻ വീട് പ്രസ്ഥാനത്തിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവരൊരു തീരുമാനത്തിലെത്തിയിട്ട് അവരെന്ത് ചെയ്തു, അതിനൊരു കോമഡി വീഡിയോ ഇറക്കി. അപ്പോൾ അവരെ ഇത്ര നല്ല പ്രസ്ഥാനമെന്ന് അവർ കൊട്ടിഘോഷിക്കുന്നതിൻ്റെ ഇത് മഹിമ മനസ്സിലാവും. എനിക്കിപ്പോൾ നല്ല ഭീഷണിയുണ്ട്. ഭീഷണി പേടിച്ചിട്ടല്ല ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. പക്ഷേ ഇവർക്ക് ചൊറിയാൻ തുടങ്ങി. ഞാൻ ഉള്ള സത്യങ്ങൾ പണ്ട് മുതലേ അതാണ്. എൻ്റെ കുടുംബത്തിൽ കമ്പളക്കാട് നിന്ന് പോയി വെണ്ണിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു 24 ഏകദേശം വർഷമാണ് ഞാൻ പറയുന്നത്, 24-25 വർഷം മുന്നേ ഇതേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനേക്കാളും ക്രൂരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എൻ്റെ വാപ്പൻ്റെ ഏട്ടന്മാർ കുറേ ആൾക്കാർ, പെങ്ങന്മാർ 1-2 ആൾക്കാർ, ഇവരൊക്കെ ഇതേപോലെ പുറത്താക്കിയിട്ട് തല അടിച്ചു പൊളിച്ച കേസ് കമ്പളക്കാട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവും. ഇപ്പം നടക്കുന്നുണ്ടെന്ന് എനിക്കതിന് വ്യക്തമായിട്ട് അറിയില്ല. പണ്ടുണ്ടായിരുന്നു. തല തല്ലി പൊട്ടിച്ചതും മരണം നടന്നിട്ടില്ല. അത് ഈ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ചെയ്തത്. എന്തുകൊണ്ടെന്ന് അറിയോ? അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് ക്ലാസ്സുകളിൽ കൊടുക്കുന്നത്. നമ്മളെ പ്രസ്ഥാനത്തിന് നേരെ ആര് വന്നു കഴിഞ്ഞാലും അവരെ എതിർക്കാനുള്ള ട്രെയിനിങ്ങാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് 9.5 വർഷം മുന്നേ ഞാനതിന് ഇവരായിട്ട് ഇറക്കി വിട്ടതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടേ അല്ല. എൻ്റെ കുടുംബത്തിന് വേണ്ടി പോകാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിൽക്കുന്ന 90% ആൾക്കാരും കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോവും. അതായത് എന്നെപ്പോലെ ഇപ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, 3 മക്കളില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഭാര്യയ്ക്ക് അവരെ കുടുംബക്കാർ, വാപ്പയ്ക്കും ഉമ്മയ്ക്കും മോളെ കെട്ടിച്ച ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള ബന്ധങ്ങളെ കടിഞ്ഞാണിട്ടിട്ട് മാത്രം ജീവിച്ചു പോണ ഒരു പ്രസ്ഥാനം. അതുകൊണ്ടാണ് പുറത്തേക്ക് കെട്ടിക്കാത്തതും പുറത്തുനിന്ന് എടുക്കാത്തതും. മനസ്സിലായില്ലേ? പുറത്തേക്ക് കെട്ടിക്കുകയില്ല, പുറത്തുനിന്നിട്ട് എടുക്കുകയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ തമ്മിൽ കോർത്തിണക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാതെ ശരിക്കും ഒരു ചാക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും നിറച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? ഒരു പരിധി കൂടുതൽ എന്തെങ്കിലും നിറച്ച് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയില്ല. അതുപോലെ നിൽക്കുന്ന ഒരു 90%, ഒരു 10% ആൾക്കാരുണ്ട് പക്ക ബുദ്ധിയില്ലാത്ത കുറേ ജീവികൾ. അതിന് എന്താ പറയുക, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ആയി പോകും. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്തുള്ള പുത്തൻകുന്നിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നും എൻ്റെ അവസ്ഥ എന്താണെന്നും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മണൻ സാർ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ എൻ്റെ സൂയിസൈഡിന് ശേഷം, സൂയിസൈഡിൻ്റെ മുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സൂയിസൈഡ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങേര് പോലും പ്രതികരിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങേർക്ക് ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇയാൾ മരിച്ചുപോയി എന്ന് പറയാനുള്ള കാരണം. എന്ന് വെച്ചാൽ അയാൾ ഒരു റിട്ടയർഡ് പോലീസുകാരനാണ്. എൻ്റെ ഒരു ഏട്ടനെ പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്കും വേണ്ടി അങ്ങേര് കുറേ ഓടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കേണ്ട ആൾക്കാർ പോലും എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള വിഷമത്തിലാണ് ഞാൻ ഇവിടുന്ന് ഒരു ഫോട്ടോ വിട്ടുകൊടുത്തത്. അങ്ങേർക്ക് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. ഇയാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ദേഷ്യം കൊണ്ട് വിട്ടുകൊടുത്താണ്, സങ്കടം കൊണ്ടും. എന്നുവെച്ചാൽ ആരും ഒന്നും പ്രതികരിക്കുന്നില്ല, ഇയാൾ എവിടെ പോയി എന്നുള്ളത് പോലും അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം അങ്ങേർക്ക് വിട്ടൊരു ഫോട്ടോ ആയിരുന്നു മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിട്ടത്. അത് ന്യൂസിൽ വന്നതൊക്കെ ന്യൂസുകാരെത്തിട്ട്, പിന്നെ ആ ന്യൂസുകാരെ എൻ്റെ ജനം ടി വിയിലുള്ളൊരു റിപ്പോർട്ടർ ന്യൂസ് വിട്ടു, മുജീബ് മരിച്ചുപോയി, ആക്സിഡൻ്റ് ആയതിന് ലോറിയുടെ മുന്നിൽ ചാടി. ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ, ഞാൻ ഒരു ഫോട്ടോ മാത്രമേ വിട്ടു കൊടുത്തുള്ളൂ. ലോറീൻ്റെ മുന്നിൽ ചാടി അയാളുടെ ഡ്രസ്സുകളൊക്കെ വീട്ടിലെത്തിയിരുന്നു. ഇതാരാ ഇവരോട് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. റിപ്പോർട്ട് ഇപ്പോഴും എൻ്റെ ന്യൂസിലുണ്ട്, എൻ്റെ കയ്യിലുണ്ട് ആ ന്യൂസ്. അവരെന്നെ വിളിച്ചിരുന്നു. പുത്തൻവീട്ടിലെ റഫീഖ്, അഡ്വക്കേറ്റ് റഫീഖ്, ഇങ്ങനെ കുറച്ച് ആൾക്കാർ അവരുടെ അടുത്ത് ചെന്നിരുന്നു. 2-3 മണിക്കൂർ സംസാരിച്ചിരുന്നു. എന്താണ്, പൈസയാണോ കൊടുത്തത്, ഇനി വേറെ എന്തെങ്കിലും വാഗ്ദാനങ്ങളാണോ കൊടുത്തതെന്നുള്ളത് എനിക്കറിയില്ല. അവരിപ്പോൾ നേരെ പുത്തൻവീട്ടിലോട്ട് ചേർന്നു നോക്കുന്നത്. അതേമാതിരിയുള്ള ഉപദേശങ്ങളാണ്. നിങ്ങൾക്ക് സിഗരറ്റ് വലി നിർത്തിക്കൂടെ? ഞാൻ പറഞ്ഞ നിങ്ങളോട് ഞാൻ ഒരു കാര്യവും പറഞ്ഞില്ല. നിങ്ങളോട് ന്യൂസ് അവതരിപ്പിക്കാൻ പറഞ്ഞു, ഇല്ല. എനിക്കിങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു, അതും ഇല്ല. ഞാൻ ഇന്നൊരു ന്യൂസുകാരെയും കണ്ടിട്ടില്ല, ഒരാളോട് ഒരു കാര്യം പറഞ്ഞിട്ടില്ല, യൂട്യൂബിൽ ഒരു കാര്യങ്ങൾ ഇട്ടിട്ടില്ല. ഇപ്പോഴാണ് ഇടാൻ തുടങ്ങിയത് ഫേസ്ബുക്കിൽ കുറച്ച് വീഡിയോ. എന്തുകൊണ്ടറിയും? ഇവർ ഇത്രയും വൃത്തികെട്ട ആളെ. എൻ്റെ ഭാര്യനെ പറഞ്ഞ് തിരിച്ച്, എൻ്റെ ഭാര്യ ലാസ്റ്റ് സംസാരിച്ച വീഡിയോ ഇതിൽ കുറച്ച് ആൾക്കാരെങ്കിലും കണ്ടിട്ടുണ്ടാവും.
കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടാകും. ബാക്കിയുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. എന്താ പറയുക, എൻ്റെ സംഭവിച്ചു. ഇനിയുള്ള ആൾക്കാർക്കെങ്കിലും ഇതുപോലൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പുത്തൻവീട് പ്രസ്ഥാനം നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആവണോ ഇങ്ങനെ ആവണമെന്നോ ഒന്നുമില്ല. എനിക്ക് എൻ്റെ ഭാര്യ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ മക്കൾ, അതെനിക്ക് ഉണ്ടായ മക്കൾ തന്നെയാണ്, അത് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ കുറച്ച് ഭീഷണികളുണ്ട്. അതിന് നേരിട്ട് പ്രതികരിക്കാൻ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെ വേണം. ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ ഒഴിവാക്കി, അയാളെ കള്ളുകൂടി കൊണ്ട് ഒഴിവാക്കി എന്നുള്ള അമീത് പറഞ്ഞതിന് ഉള്ളത് ഇതാണ് കേട്ടോ ഞാൻ പറയുന്നത്. അമീത് പറഞ്ഞ് ഞാൻ ആരെയും വിലക്ക് കേൾപ്പിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഭാര്യയാണല്ലോ ഒഴിവാക്കിയത്. ഭാര്യയെ ലീഗലായിട്ട് ഒഴിവാക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി ഈ വീഡിയോയിൽ കൂടെ ഞാൻ അവർക്ക് കുറേ മെസ്സേജ് അയച്ചു. അവരാരും അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഓക്കെ, താങ്ക് യു.